ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജയ്പാൽ സുമാരൻ. നമ്മളിന്ന് മറ്റൊരു വീഡിയോയിലേക്കാണ് കിടക്കുന്നത്. ഇന്നത്തെ വീഡിയോ നമ്മൾ വീണ്ടും ഒരു ഓർഡർ വർക്ക് കൊണ്ടുകൊടുക്കാൻ പോവുകയാണ്. ഇത്തവണ നമ്മൾ കൊണ്ടുകൊടുക്കാൻ പോകുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം സ്വദേശിയായ അശോക് ബ്രോ തന്ന ഒരു KSRTCയുടെ സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് നമ്മളിന്ന് ഓർഡർ വർക്കായിട്ട് ചെയ്ത് അദ്ദേഹത്തിന് കൊണ്ടുകൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ തിരുവനന്തപുരത്തിന് പുറപ്പെടുകയാണ്. അപ്പം നമ്മൾക്ക് ആ വണ്ടിയുടെ വിശേഷങ്ങൾ കാഴ്ച കൊടുക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം, അദ്ദേഹത്തിന് അത് കൊടുക്കുന്നതും കാണിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ KSRTCയുടെ സൂപ്പർ ഫാസ്റ്റ് മോഡൽ, അത് ATE 255 എന്നുള്ള രജിസ്ട്രേഷൻ നമ്പറിലാണ്, ബോണറ്റ് നമ്പറിലാണ് നമ്മൾ വണ്ടി ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് എടപ്പാൾ ബോഡി വണ്ടിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിത് അദ്ദേഹം പറഞ്ഞ പോലെ പന്തളത്ത് നിന്നും മൂന്നാർ വഴി പഴനി, കോട്ടയം മൂന്നാർ വഴി പഴനിക്ക് ആണ് ഈ ഒരു സർവീസ് വെക്കാൻ പറഞ്ഞത്, റൂട്ട് ബോർഡും ഡീറ്റെയിൽസും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതാണ് വണ്ടി, സൂപ്പർ ഫാസ്റ്റ് 13 സെൻറ്റിമീറ്റർ വീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരിട്ട് തിരുവനന്തപുരം പോയി അദ്ദേഹത്തിന് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് നമ്മുടെ തമ്പാനൂരാണ്. അപ്പോൾ തമ്പാനൂർ വരാൻ കാരണം നമുക്കറിയാമല്ലോ, നമ്മുടെ തിരുവനന്തപുരത്തുകാരൻ നമ്മുടെ അശോക് ചേട്ടൻ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അദ്ദേഹത്തിന് നമുക്കൊരു KSRTCയുടെ സൂപ്പർ ഫാസ്റ്റ് ബസ് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. എന്തായാലും ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു, വിഷുവിൻ്റെ തലേദിവസമൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് വണ്ടി ഇവിടെ എത്തിയത്. ഏതായാലും വന്നു, അദ്ദേഹത്തിന് ഞാൻ വണ്ടി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ടോ, എങ്ങനെയുണ്ട് നമുക്ക് ചോദിക്കാം. അദ്ദേഹത്തിൻ്റെ കുട്ടികളെ കൂട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന് കൊടുക്കുന്ന കാഴ്ച കൂടെ ഒന്ന് കാണാം. അപ്പോൾ നമ്മുടെ വർക്ക് അശോകേട്ടൻ്റെ കയ്യിലോട്ട് കൊടുത്തു. അശോകേട്ടൻ ഇപ്പോൾ ഈ ഒരു വർക്ക് എനിക്ക് തന്നിട്ട് ഏകദേശം ഒന്നര മാസത്തോളമായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ 2-3 കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. സൂപ്പർ ഫാസ്റ്റ് വേണം എന്ന് പറഞ്ഞു. സൂപ്പർ ഫാസ്റ്റ് ഓക്കെ, നമ്മൾ ഒരുപാടെണ്ണം ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷേ അദ്ദേഹത്തിന് വളരെ ഒരു സർപ്രൈസ്ഡായിട്ടൊരു സാധനം, ഒരു പ്രത്യേക റൂട്ട് വേണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വണ്ടിക്ക് വെച്ചിരിക്കുന്ന റൂട്ട് പന്തളത്തുനിന്ന് പഴനിക്കാണ്. അതെന്നെ പന്തളം, അമ്മയുടെ സ്ഥലം പന്തളമാണ്. അമ്മയുടെ സ്ഥലം സിറ്റിയെക്കാട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം നാട്ടിൻപുറമാണ്. ഓക്കെ, പിന്നെ എവിടെ പോയാലും കൂടുതൽ യാത്രയായിട്ടുള്ള അങ്ങനെയാണ് ബസ്. പണ്ട് കൊച്ചുനാൾ മുതൽ ബസ്സിൽ യാത്രയായിട്ടുള്ള പന്തളം തിരുവനന്തപുരം പന്തളം അങ്ങനെ. അപ്പോൾ ആ ഒരു റൂട്ട് പ്രത്യേകം വേണം എന്നുള്ളൊരു താല്പര്യത്തിൻ്റെ പറഞ്ഞാണ്. ഓക്കെ, അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു ആവശ്യം എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതൊരു കൗതുകമായൊരു സ്ഥലമാണ്, ഒരു സെപ്പറേറ്റ് രസമുള്ളൊരു റൂട്ട് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ പന്തളത്ത് നിന്ന് കോട്ടയം മൂന്നാർ വഴി പഴനി പുതിയ റൂട്ട് അങ്ങ് കിട്ടി. അപ്പോൾ പുതിയ സൂപ്പർ ഫാസ്റ്റാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ സാധനം എത്തിയിട്ടുണ്ട്. ഞാൻ ഇനി കുറച്ച് കാര്യങ്ങളോട് അദ്ദേഹത്തോട് ചോദിക്കാം. അശോട്ടാ, ഇത് ശരിക്കും എന്താണ് ഈ ഒരു സൂപ്പർ ഫാസ്റ്റ് പിന്നെ ഓർഡർ തരാനൊരു കാരണം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് വണ്ടിയോട് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ക്രേസാണ്. അപ്പോൾ KSRTC മിനിയേച്ചർ ഞാൻ ഇവിടെ ഇതൊക്കെ വന്നപ്പോഴത്തേക്കും കണ്ടിട്ടുണ്ട്. ഒരു ആഗ്രഹം തോന്നി, ഇങ്ങനെ വണ്ടി പ്രാന്തനാണ് ഞാൻ. അപ്പോൾ കയ്യിലൊരെണ്ണം വേണമെന്ന് തോന്നി.
അങ്ങനെയാണ് 2-3 പേരെ സമീപിച്ചു. അപ്പോഴൊക്കെ ഇത് മിനിയേച്ചർ ചെയ്യുന്ന കലാകാരന്മാരെത്തും. ഓക്കെ ഓക്കെ. അദ്ദേഹം പറയുന്നത് മിനിയേച്ചറിന് ഇതുപോലെ നിർമ്മിച്ച് ഒരു ആഗ്രഹത്തിന് വേണ്ടി നിർമ്മിച്ച് അദ്ദേഹം വാങ്ങാൻ വേണ്ടിയിട്ട് 2-3 മിനിയേച്ചർ കലാകാരന്മാർ സമീപിച്ചിരുന്നു. പക്ഷേ എന്തോ അവരിൽ നിന്നൊരു നിസ്സഹരണമാണ് ഉണ്ടായതെന്നാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും എനിവേ അത് ചെയ്തു കൊടുക്കാനുള്ള ഭാഗ്യം എനിക്കാണ് ഉണ്ടായത്. അതായത് എനിക്കാണ് സത്യം പറഞ്ഞാൽ അതിൻ്റെ അകത്ത് സന്തോഷം. കാരണം നമ്മൾ ഇങ്ങനൊരു വർക്ക്, എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനൊരു വർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കുന്നതല്ലേ ഏറ്റവും നല്ലത്, അല്ലേ? അല്ല, ശരിക്കും നമ്മളിത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ക്ലയൻസ് എല്ലാം ഓൾമോസ്റ്റ്, അതായത് ചേട്ടനടക്കാൻ ഇപ്പോൾ ചേട്ടൻ ഉൾപ്പെടെ ഇതിനോട് ക്രേസ് ഉള്ള ആൾക്കാരാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മളിത് കൊടുക്കുമ്പോൾ ഒരു ആകാംക്ഷയോടുകൂടി ആണ് ഇവരത് വാങ്ങുന്നതും എടുക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും എനിക്ക് ഭയങ്കര സർപ്രൈസായി. എന്തായാലും ചേട്ടൻ്റെ സന്തോഷമാണ് നമ്മുടെ ഇതിൻ്റെ അകത്ത് വലിയൊരു കാര്യം. മിക്ക ആൾക്കാരും ഇതിൻ്റെ പറയുന്നത് വന്ന് വാങ്ങിക്കാനൊക്കെ പറയും. പക്ഷേ ചേട്ടൻ്റെ അപ്രോച്ച് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ അത് എല്ലാ ക്ലയൻറ്റിനും കൊണ്ടു കൊടുക്കുക. അല്ല, ആ ഒരു പോളിസി എനിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും ഒന്നെങ്കിൽ കൊറിയർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ഓണർ വന്ന് വാങ്ങുന്ന ഒരു രീതിയിലാണ്. ഞാൻ മാത്രമാണ് ഓൾമോസ്റ്റ് എത്ര ദൂരമായാലും കേരളത്തിലായാലും വെളിയിലായാലും നേരിട്ട് കൊണ്ടു കൊടുത്ത്. കാരണം ഞാനതിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, ചേട്ടനോട് തന്നെ നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കും ശരിക്കും പറഞ്ഞാൽ ഒരു മിനിയേച്ചർ നിർമ്മിച്ച് അത് അവരുടെ കൈകളിൽ കൊടുക്കുമ്പോഴുള്ള അവരുടെ ഒരു ഇതുണ്ടല്ലോ, അത് നേരിൽ അനുഭവിക്കാൻ കിട്ടിയൊരു ഇതുണ്ട്. എനിക്കും അത് ഭയങ്കര തൃപ്തിയായി. അങ്ങനെ കണ്ടിട്ടില്ല. അതെ, ഞാൻ പറഞ്ഞല്ലോ ഇതിനു മുമ്പുള്ള ക്ലയന്റിന്റെ പറഞ്ഞപ്പോഴും ഇതുപോലെ അതെ പുള്ളിയെ ഞാൻ വീട്ടിൽ പോയി കണ്ട എല്ലാം സംസാരിച്ച് ഓക്കെ ആക്കി വന്നത്. പക്ഷെ അത് ഇവിടെ സംഭവിച്ചില്ല. ഇവിടെ ചേട്ടൻ ഭയങ്കര കാര്യമാണ്. സാരമില്ല, പോട്ടെ, അത് സാരമില്ല, അത് എനിക്കാണ് വിധിച്ചത്, അതുകൊണ്ടാണ്. ഏതായാലും സന്തോഷം ചേട്ടാ. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ വർക്കൊക്കെ കൊടുത്ത് അശോകേട്ടനുമായിട്ട് നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് രാത്രി 11:30-ക്കാണ് തിരിച്ചുള്ള ബസ്. അപ്പോൾ നാളെ വിഷു ആയതുകൊണ്ട് നമ്മൾ പുലർച്ചെ അവിടെ ചെല്ലുള്ളൂ. ഇങ്ങോട്ട് വന്ന വണ്ടി പറ്റിച്ചു കളഞ്ഞു, ഭയങ്കരമായിട്ട് ലേറ്റായി പോയി, ഭയങ്കര ബ്ലോക്കായിരുന്നു. അതുകൊണ്ടാണ്. എന്തായാലും അശോകേട്ടന് ഞാനും കൂടെ തിരുവനന്തപുരത്ത് അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ കണ്ടില്ല. എനിക്ക് ഫോട്ടോ എന്തായാലും ഇങ്ങനെയാണ് അതിന്റെ കാണാനുള്ള എല്ലാത്തിനോട് സമയമുണ്ട്. അത് തന്നെ. എന്തായാലും വളരെ സന്തോഷമായി. അപ്പം നമ്മൾ തിരികെ പോവുകയാണ്. അപ്പോൾ എനിക്ക് തമ്പാനൂർ തന്നെയാണ് ബസ്. അപ്പം അശോകേട്ടനൊരു സ്കൂട്ടറിലാണ് വന്നിരിക്കുന്നത് കുട്ടികളുമായിട്ട്. അപ്പം തിരിച്ച് നമുക്ക് പോവാം. ഓക്കെ.